ഒരു എഫീമറൽ ആയിട്ടുള്ള സന്തോഷം അത് കാണുമ്പോൾ മാത്രം, അത് നോക്കുമ്പോൾ മാത്രം, അത് സ്ക്രോൾ ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ ആ യഥാർത്ഥ സന്തോഷത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മീഡിയമായി നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ് ഈ മീഡിയകളെല്ലാം. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളെ പോലും നമുക്ക് ഇമോഷണലി എൻഗേജ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫബ്ബിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ രൂപം കൊണ്ടത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇഗ്നോറിങ് ദ പേഴ്സൺ സിറ്റിംഗ് നെക്സ്റ്റ് ടു യുവർ മൊബൈൽ ഫോൺ. നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നു, മാതാപിതാക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ഫോണാണ്. അപ്പോൾ സമയം കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല. ക്വാളിറ്റി ആയിട്ടുള്ള ടൈം നമുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ മാർക്ക് ഗഫ്നിയുടെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ് സോൾ പ്രിൻസ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഒരു മാസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്, ഓം ഷിനവ്. അപ്പോൾ ഓം ഷിനവരെ കാണാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്നു. അതും അദ്ദേഹം കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രി 2 മണി 3 മണിയൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും ആളുകൾ അദ്ദേഹത്തെ തേടി വരുന്നു. ഇതെന്തുകൊണ്ടാണെന്നറിയാൻ വേണ്ടി ഇദ്ദേഹം അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് ചെന്നപ്പോൾ മനസ്സിലായത്, നമ്മൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റും വേറെ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ ലോകത്ത്, ഇന്നത്തെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ലോകത്ത് ഒരു വ്യക്തിയോട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ശ്രദ്ധയാണ്.